എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് നമ്മുടെ കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധിയെ കുറിച്ചാണ്. എല്ലാവർക്കും നല്ല പരിചയമാണ് അല്ലേ രേണു സുധിയെ. വാവുട്ട എന്നൊരു വിളി അല്ലേ, നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ഫ്ലവേഴ്സില് സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമില് വാവുട്ടനെയും കുഞ്ഞിനെയും ഒക്കെ പരിചയപ്പെടുത്തിയ ആ ഒരു വീഡിയോയും സീനും ഒന്നും എനിക്കൊന്നും എൻ്റെ കണ്ണിൽ നിന്നൊന്നും ഇപ്പോഴും മായുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ സുധിയുടെ മരണം, സുധിച്ചേട്ടൻ്റെ മരണം വളരെയധികം ആഘാതമേൽപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കലാകാരനായിരുന്നു കൊല്ലം സുധിച്ചേട്ടൻ. കൊല്ലക്കാരനാണെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ എൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പോൾ ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയായിരുന്നു സുധിച്ചേട്ടൻ. എനിക്കൊന്ന് സുധിച്ചേട്ടൻ്റെ മരണം വളരെയധികം കേരളക്കരെ മുഴുവൻ പിടിച്ചുലച്ചു. ആ ഒരു പ്രോഗ്രാം പോലും ഇനിയിപ്പം എനിക്ക് തോന്നുന്നില്ല അത്രയും ഉണ്ടോ എന്ന് കാണുന്ന പോലും ഇല്ല കേട്ടോ. ചേട്ടൻ്റെ വേർപാടിന് ശേഷം ഞാനൊന്നും പ്രോഗ്രാം കണ്ടിട്ടുകൂടിയില്ല. പിന്നെ നമ്മൾ ആ രേണുവിനെ കുറിച്ചും കുഞ്ഞിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു ഓർക്കുന്നത്. കാരണം വെച്ചാൽ അവരുടെ സാമ്പത്തിക നിലവൊക്കെ ഒരുപാട് പുറകിലായിരുന്നു, സഹായിക്കാനായിട്ട് ആരുമില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെപ്പോഴും ആ ഒരു ഫാമിലിയെ കുറിച്ച് വിഷമിക്കുന്ന ഇതായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ വന്നു, അവർക്ക് വീടായി കാര്യങ്ങളായി ഒക്കെ. ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ രേണുവിൻ്റെ കുറച്ച് റീൽസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് അവരെ വിമർശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മോനെ വേറൊരു സ്ഥലത്ത് കൊല്ലത്താണ് പഠിക്കുന്നത്, അപ്പോൾ അവനെ അവൾ ഉപേക്ഷിച്ചു, സുധിച്ചേട്ടനെ മറന്നവൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചെറുപ്രായമാണ്. അവരുടെ പ്രായത്തിൽ അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു. എനിക്കറിയത്തില്ല, എനിക്കൊരു ഡൗട്ടാണ് കേട്ടോ. എന്നെ ആരും അതിനെതിരെ വന്ന് പൊങ്കാല ഇടുക എന്നൊരു ഡയലോഗ് ഞാൻ ഇവിടെ ഉപയോഗിക്കരുത്. ഭർത്താവ് മരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഭാര്യ വെള്ള സാരി ഉടുത്ത് ഒരു വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി ജീവിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഭർത്താവ് മരിച്ചാൽ അവർക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ അവർക്ക് വളർത്തിയേ പറ്റും. അവർക്ക് എന്ത് രീതിയിൽ, അതായത് മോശമല്ലാത്ത മാന്യമായ രീതിയിൽ ആ കുഞ്ഞിനെ അവർക്ക് വളർത്തണം. അവർക്ക് എന്ത് തൊഴിലും ചെയ്യാം. അപ്പോൾ അവർക്ക് അഭിനയം ഇഷ്ടമാണ്. അവർ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷോർട്സ് ഫിലിമിൽ അഭിനയിച്ചു. അതൊക്കെ അവരുടെ ജീവിതമാർഗമായിട്ട് അവർ നോക്കുകയാണ്. ഇപ്പം ഈ സമയത്ത് ഇപ്പം അത്രയും പ്രശ്നത്തിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട് ദാസേട്ടനുമായിട്ട്. ആ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടൊരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തേക്കുന്ന ഇതാണ് നമ്മുടെ ചാന്തുപൊട്ട് ഫിലിമിലെ ചാന്ത് കടഞ്ഞൊരു ആ പാട്ടാണ് അവർ റീമേക്ക് ചെയ്തേക്കുന്നത്. അപ്പം അതിൽ എങ്ങനെയാണോ ദിലീപും ഗോപികയും അഭിനയിച്ചത് അതുപോലെ തന്നെ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് തന്നെയാണ് ഇവരും അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഗോപികയും ദിലീപും അഭിനയിച്ചപ്പോൾ അതിന് പ്രശ്നമില്ലായിരുന്നു. ദാസേട്ടനും രേണു അഭിനയിച്ചപ്പോൾ അതിന് എന്താ പ്രശ്നം? ഓക്കെ, നമുക്ക് എന്തായാലും ആ റീല് കണ്ടിട്ട് വരാം. അത് കണ്ടതിന് ശേഷം നിങ്ങൾ പറയണം അതിനകത്ത് എന്താണ് തെറ്റ് ശരി എന്നുള്ളത്. നിങ്ങൾ റീല് കണ്ടല്ലോ. ദിലീപും ഗോപികയും എങ്ങനെയാണോ അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവരും അഭിനയിച്ചിരിക്കുന്നത്. ദിലീപും ഗോപികയും അഭിനയിച്ചപ്പോൾ ആഹായും ഇവരഭിനയിച്ചപ്പോൾ ഓഹോയും ആണോ? ഇതെന്തൊരു പരിപാടിയാ? സെലിബ്രിറ്റികൾക്ക് എന്ത് ചെയ്യാം, പാവപ്പെട്ടവർക്കൊന്നും ചെയ്തുകൂടെ? അവരും അവരുടേതായ രീതിയിൽ ചെയ്തതാണ്. അപ്പം ഒരുപാട് ബാഡ് കമൻറ്റ്സ് ഒരുപാടുണ്ട്. കുറച്ച് കമൻറ്റുകൾ ഞാനിവിടെ പിൻ ചെയ്തേക്കാം, വായിക്കുന്നില്ല. കാര്യം വേറൊന്നുമല്ല, വീണ്ടും അവരിങ്ങനെ അപമാനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും അവരെ അനുകൂലിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അതിലെല്ലാ കമൻറ്റുകൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് വായിക്കാൻ താല്പര്യമില്ല. കാര്യം വീണ്ടും അവരെ അപമാനിക്കുന്ന തുല്യമാണത്. കാര്യം ആ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഇങ്ങനെ ജീവിച്ചൂടാ എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. അതുപോലെ തന്നെ വെള്ള സാരി ഉടുത്ത് ജീവിക്കണമെന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. പണ്ട് കാലത്തൊരു അനാചാരം ഉണ്ടായിരുന്നു, സതി. അതൊക്കെ നിർത്തലായി കഴിഞ്ഞു. ഭർത്താവ് മരിച്ച ഭാര്യ കൂടെ ചിതയിൽ ചാടി മരിക്കുക എന്നുള്ള ആ അനാചാരമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി വീണ്ടും അതേപോലെയൊക്കെ ജീവിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. അവരുടെ ജീവിതത്തിൽ ഏതാണോ നല്ലത് അതനുസരിച്ച് അവർക്ക് പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശമൊക്കെ അവർക്കുണ്ട്. ആ കുഞ്ഞിനെയും കൂടെ അവർ സംരക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ റീൽസ് ചെയ്യുന്നതും അവരവരുടെ സന്തോഷം കണ്ടെത്തുകയാണ്. അവരുടെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയെടുത്തുന്ന പുതിയ തുടക്കമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഞാൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ
ഉണ്ട്. അതായത് സുധിച്ചേട്ടൻ മരണത്തിന് ശേഷം സുധിച്ചേട്ടൻ്റെ ഭാര്യയാണെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കണം. അതുപോലെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് അതുകൂടെ കണ്ടിട്ട് വരാം. ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ എടുത്ത് പറയേണ്ടി വരുന്നു. അതെ അതെ അതെ, അത് പറയേണ്ടി വരുന്നു. കാരണം അത് പറയേണ്ടത് ഇപ്പോഴും സർട്ടിഫിക്കറ്റ്, ഇത് ഞാൻ സർട്ടിഫിക്കറ്റും കാണിക്കണം. ഞങ്ങൾ അല്ല, ഞാൻ പറയാം പ്രേക്ഷകർക്ക്, ഇനി അതും ഞാൻ കാണിക്കണം. കുറെ കമന്റ് വരും, സർട്ടിഫിക്കറ്റ് അഴുടെ വാവുട്ടാന്നുള്ള വിളി പോലും അതിന്റെ ഒരു വേരിയേഷൻ ഉള്ള വിളി, അതുവരെ എനിക്ക് ഇപ്പോഴും അറിയാം. നമുക്ക് കാതിൽ കേൾക്കാം. ഇവരെ ഓർക്കാൻ കാരണം എന്താ? അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സ്നേഹിക്കാത്ത ഒരാളുടെ കാര്യം നമ്മൾ ഓർക്കേണ്ട കാര്യം. നീ എന്തിനാ ആവശ്യമില്ലാതെ പറയുന്ന? ചിലവര് പറയും വേണ്ട ഇങ്ങനെ തന്നെ മതി, മോളെ അങ്ങനെയൊന്നും പറയല്ലേ, കെട്ടത്തിലൊന്നും പറയില്ല. ഞാനൊന്നും വേണ്ടി എനിക്കോട്ട് പറയാം, ഒരു ചേച്ചിയാണ്, മോളെ സ്നേഹിക്കുന്ന ചേച്ചിയാണ്, മോള് ചെറുപ്പമാണ്, നാളെ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞു. സുധിച്ചേട്ടന്റെ മക്കളെ കളഞ്ഞിട്ട് വേറെ കെട്ടിപ്പോയില്ലല്ലോ. ഇപ്പോഴും സുധിച്ചേട്ടന്റെ ഭാര്യയായിട്ട് എന്റെ മക്കളുടെ കൂടെ തന്നെയല്ലേ, അമ്മയായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്റെ ഇഷ്ടം നീ ചെയ്യുക. അപ്പൊ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത്, ഫ്ലവേഴ്സ് ആണ് അവനെ പഠിപ്പിക്കുന്നത്, അഡ്മിഷൻ എടുത്ത് കൊടുത്തത്. BFSC ആനിമേഷൻ പഠിക്കുക കൊല്ലത്ത് അറേന കോളേജ്. അപ്പൊ അതുകൊണ്ടാണ് അവൻ ഇവിടെ ഇല്ലാത്തത്. അതിലും കമന്റ്സ് വരും. ഈ പ്രേക്ഷകരായ നിങ്ങൾ എന്ത് തെറ്റാണ് അവരിൽ കാണുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവരുടെ ഭർത്താവ് മരിച്ചത് അവരുടെ കുറ്റം കൊണ്ടാണോ? അല്ല, അത് വിധിയാണ്, സംഭവിച്ചു പോയി. ഒരു ആക്സിഡന്റ് ആണ്, അത് സംഭവിച്ചു പോയി. അതിൻ്റെ ആയുസ് അടം വരെ ഉള്ളായിരുന്നു, സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അവർ കരഞ്ഞ് കലങ്ങി. അവർ ഏത് വസ്ത്രം ധരിച്ചാലും, അവരെങ്ങനെ പോയാലും, അവരൊരു ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ഇട്ട സമയത്ത് അവർ പുതിയ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം വിവാദങ്ങളായിരുന്നു അറിയാം. ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരുപാട് സൈബർ ബുള്ളിങ്ങിന് ഓരോ ഇരയായിട്ടുണ്ട് കേട്ടോ. സൈബർ ആക്രമണം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവർക്ക്. അവരുടെ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ, അത് അവരെ കൊണ്ട് പറയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെയുള്ള ഉത്തരങ്ങളെ നമുക്ക് കിട്ടുകയുള്ളൂ. നല്ലത് കൊടുത്ത് നല്ലത് വാങ്ങണം, അല്ലാതെ അങ്ങോട്ട് നമുക്കെല്ലാം നല്ലത് തന്നെ കിട്ടണം, നമ്മൾ അവരെ എന്ത് വരാലും പറയുമെന്നുള്ള രീതിയൊക്കെ തെറ്റാണ്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇതിപ്പോൾ നമ്മുടെ കുടുംബത്താണ് സംഭവം, മറ്റൊരു കുടുംബത്തിൽ നടക്കുമ്പോൾ അത് നമുക്ക് കൊട്ടിഘോഷിച്ച് ഈ പ്രശ്നങ്ങളാക്കാനൊക്കെ ഭയങ്കര സന്തോഷം. നമ്മുടെ ഫാമിലിയിൽ സംഭവിച്ചാൽ എന്തായിരിക്കും? നമ്മുടെ ഫാമിലിയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? നമ്മളും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു വർഷം 2 വർഷമൊക്കെ നമ്മൾ ആ ഒരു വിയോഗത്തിൽ നിൽക്കുമായിരിക്കും. നമുക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളും കൂടെ ഒക്കെ നമ്മൾ നിൽക്കുമായിരിക്കും. ആര് സപ്പോർട്ട് ചെയ്യാനില്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ അവരെങ്ങനെ തന്നെയാകും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവരെ ഞാൻ തെറ്റായിട്ടല്ല പറയുന്നത്, അവരെ ഞാൻ വളരെ അനുകൂലിച്ച് തന്നെയാണ് പറയുന്നത്. അവർ ഓരോ വീഡിയോ, ഓരോ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്, അതിലൊക്കെ അവർ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ പ്രേക്ഷകർ അവരിൽ കണ്ടത് ഭർത്താവ് മരിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി, വൈറലായി. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇനി അവരുടെ കുഞ്ഞിനെ വളർത്തണമെങ്കിൽ അവർക്കേ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. സുധിച്ചേട്ടൻ ഒരുപാട് സമ്പാദിച്ചിട്ടുള്ള എന്താണ്? നല്ല കുറച്ച് ആളുകളുടെ സ്നേഹമാണ്. പക്ഷെ അത് ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ, ആ ഒരു ഇതിലൂടെയാണ് അവർക്ക് ഒരു വീടായാലും ഇപ്പോഴത്തെ സാമ്പത്തിക നിലവാരമായാലും ഒക്കെ ഉയർന്നെന്നല്ല ഞാൻ പറയുന്നത്, അതൊക്കെ അവർക്ക് ലഭിച്ചത് സുധിച്ചേട്ടൻ നേടിയെടുത്ത ആ ജനപിന്തുണ മാത്രമാണ്. ആരുമില്ല എന്ന് വന്നപ്പോൾ ഒരുപാട് പേര് അവരെ ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു. അവരുടെ വീട് പാലുകാച്ചിലൊക്കെ നമ്മൾ കണ്ടല്ലോ. ആ സമയത്തൊക്കെ മോനെ, ഇപ്പം എല്ലാവരും ഇടുന്നത് മൂത്ത മോനെ ഉപേക്ഷിച്ചു എന്നുള്ള പേരിലാണ്. മൂത്ത മോനെ അവർ ഉപേക്ഷിച്ചതല്ല, ആ കുട്ടി പഠിക്കാൻ പോയേക്കുവാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവനും ആ കുട്ടിക്കും വേണ്ടിയിട്ടുള്ള അവകാശപ്പെട്ട വീടാണ് അതൊന്നും, അതിൽ അവർക്ക് അവകാശമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക്, ആദ്യം അവർ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവർ ഞാൻ വിവാഹം കഴിക്കും, ഒരു നല്ല പയ്യൻ വരുവാണ്, അങ്ങനെയൊക്കെ ഒരു ഇത് പറഞ്ഞു. അതൊക്കെ അതൊന്നും നമ്മൾ മനഃപൂർവ്വം അങ്ങനെ പറയുന്ന കാര്യങ്ങളല്ല. ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞാൽ അവരിനി വിവാഹം കഴിച്ചുകൂടാന്നുണ്ടോ? അവർക്ക് വിവാഹം കഴിക്കാം. എല്ലാവരും ഒരുപാട് കമൻസിലൂടെ ഒക്കെ പറയുന്നുണ്ട്, കുട്ടിയുടെ ചെറിയ പ്രായമാണ്, ഇങ്ങനെ ജീവിതം നശിപ്പിക്കരുത്, നല്ലതുപോലെ പുതിയൊരു ജീവിതം കിട്ടുമ്പം തേടുക, അത് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അവർ പുതിയൊരു വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. കാരണം ആ കുട്ടിക്ക് പൊടിയൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ അച്ഛന് ആവശ്യമാണ്. അതുപോലെ തന്നെ റിച്ചൂട്ടൻ എന്ന് പറഞ്ഞാൽ മൂത്ത കുട്ടി, അവനും ഒരു അച്ഛൻ്റെ സ്നേഹം ആവശ്യമാണ്. പക്ഷേ ആ കുട്ടിയെ ഒന്ന് ഉപേക്ഷിക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. അതായത് കുഞ്ഞുങ്ങളെ നോക്കണം, സ്വന്തം ലൈഫ് നോക്കുന്ന സമയത്ത് ഈ മക്കളെ കൂടി നോക്കുന്ന ഒരാളെ ആയിരിക്കണം സ്വീകരിക്കേണ്ടത്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ അവരുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും അവരുടെ മിസ്റ്റേക്കുകൾ, ഈ ഒരു റീലാണ്, ഇത് റിയൽ അല്ല, ഇത് റീലാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ റീൽ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് കാണും. ഇവർ ഒറ്റയ്ക്ക് പോയി റൂമിൽ പോയല്ല റീൽ എടുത്തേക്കുന്നത്. ഇതിന് ക്യാമറാമാൻ കാണും, ഒരുപാട് ആളുകൾ കാണും, സപ്പോർട്ടേഴ്സ്
ആക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മുമ്പിലാണ് ഇവർ ചെയ്തേക്കുന്നത്. അല്ലാതെ ഇവർ ഒറ്റയ്ക്ക് റൂമിൽ പോയി ലോഡ്ജ് റൂമിൽ പോയി ചെയ്തേക്കുന്ന കാര്യങ്ങളല്ല ഇത് ഇത്രമാത്രം അപമാനകരമായിട്ട് പറയാനായിട്ട്. ഇതിൽ ഓരോ പാർട്സിലും, അതായത് ഈ അഭിനയമോ ഈ പാട്ടോ ഒന്നും അല്ല ഇവർ ശ്രദ്ധിക്കുന്നത്. മറ്റേ ദാസേട്ടൻ്റെ കൈ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ എക്സ്പോസ് ചെയ്യുന്നു, അതൊക്കെയാണ് അവർ കമൻസിൽ ഇട്ടേക്കുന്നത്. അതൊന്നും അല്ല. നിങ്ങൾ ആ പാട്ടും അവരുടെ അഭിനയം മാത്രം നോക്കൂ, അല്ലാതെ ഇതിനെ ജീവിതവുമായി കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. ഇനിയെങ്കിലും അവരെ ഇതിൽ നിന്ന് മോചിപ്പിച്ച് വിടുക. അവരൊരു സ്ത്രീയാണ്, അവർക്കും മാനാഭിമാനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ഇനിയെങ്കിലും അവരെ വെറുതെ വിടുക. അവർ ഫാമിലിയായിട്ട് അവർ ജീവിച്ചു പോട്ടെ. അവർക്കൊരു കൂട്ട് ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് അവർ കൂട്ട് തരട്ടെ. അല്ലാതെ അവരിങ്ങനെ ആക്രമിക്കാതിരിക്കുക. ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാ റിയാക്ഷൻ വീഡിയോസും ഞാൻ കണ്ടായിരുന്നു. അതിലെല്ലാം നമ്മുടെ രേണുവിനെ അനുകൂലിച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ആരും രേണുവിനെ പ്രതികൂലിച്ച് പറയുന്നില്ല. അതിലൊരു സന്തോഷമുണ്ട്. സാധാരണ 2 വശങ്ങളും പറയുന്നതാണ് കാണാറുള്ളത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ രേണുവിനെ അനുകൂലിച്ചാണ് പറയുന്നത്. പിന്നെ പ്രതികൂലിച്ച് പറയുന്ന ഒത്തിരി ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്ര ഇതായിട്ടുള്ള കമന്റ് ബോക്സിൽ എന്ന് വെച്ചാൽ സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ ഫേക്ക് ഐഡികളിൽ വന്നവരാണ് കമന്റ് ഇട്ട് അവരിങ്ങനെ മോശം പറയുന്നത്. അത് എന്തായാലും നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക രേണു. പിന്നെ നിങ്ങളുടെ കമൻസുകൾ എന്താണ്, രേണു ചെയ്ത് തെറ്റാണോ ശരിയാണോ, രേണു ഇങ്ങനെ അഭിനയിക്കാൻ പാടില്ലായിരുന്നോ, രേണുവിൻ്റെ ലൈഫ് തേടാൻ പാടില്ലായിരുന്നോ, ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി രേണു ഇനി എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് രൂപത്തിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ബൈ ബൈ.